Hello my dear students, hope all are fine. I welcome you all to the fourth part of solid state. In this video, we discuss the class packing in crystalline solid. In solids, constituent particles are closely packed, leaving minimum vacant space. Okay, let us consider the constituent particles are identical hard spheres. Constituent particle identical ആയിട്ടുള്ള ഹാർഡ് സ്പിയേഴ്സ് ആണെന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ ഈ ക്ലോസ് പാക്കിംഗ് എന്നുള്ള ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് കുറച്ച് ഇമാജിനേഷൻ ആവശ്യമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം. ആ വീഡിയോയുടെ കൂടെ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്ത് തരാം, എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, ലെറ്റ് us start the video. The three-dimensional mode of packing can be easily understood by dividing the whole process into 3 steps. Packing in 1 dimension, packing in 2 dimension, packing in 3 dimension. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലോസ് പാക്കിംഗ് ഓഫ് സ്പിയേഴ്സ് ഇൻ 1 dimension. 1 dimensional ക്ലോസ് പാക്കിങ്ങിൽ ദർ ഈസ് ജസ്റ്റ് 1 വേ ഓഫ് അറേഞ്ചിങ് ദ സ്പിയർ. അതായത് ഈച്ച് സ്പിയർ ഈസ് കോണ്ടാക്ട് വിത്ത് ഈസ് 2 ഓഫ് ഇറ്റ്സ് നൈബേഴ്സ്. അതുകൊണ്ട് തന്നെ ദ നമ്പർ ഓഫ് നിയറസ്റ്റ് നൈബേഴ്സ് ഓഫ് ദ പാർട്ടിക്കിൾ എത്രയാണ്? ഈ അറേഞ്ച്മെൻറ്റിൽ 2 ആണ്. ആ നമ്പറിനെയാണ് എന്തെന്ന് പറയുന്നത്? കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസിൽ കോർഡിനേഷൻ നമ്പർ 2 ആണ്. നെക്സ്റ്റ്, ക്ലോസ് പാക്കിംഗ് ഓഫ് സ്പിയേഴ്സ് ഇൻ 2 dimension. Close packing of spheres in 2 dimension can be generated by the stacking the rows of 1-dimensionally close packed spheres, one above the other. 2 വേസിൽ ഇത് നടത്താൻ പറ്റും. സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്നും ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്നും. ഫസ്റ്റ് നമ്മൾ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് പറയാം. എങ്ങനെയാണത്? The second row may be placed in contact with the first one, such that the spheres of the second row are exactly above those of the first row. നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇതിൽ the spheres of the 2 rows are aligned horizontally as well as vertically. ഇവിടെ നിങ്ങൾ നോക്കൂ, in this arrangement each sphere is in contact with 4 of its neighbors. അതുകൊണ്ട് തന്നെ 2 dimensional കോർഡിനേഷൻ നമ്പർ എത്രയാണ്? 4 ആണ്. ഈ 4 സ്പിയേഴ്സിനെ ജോയിൻ ചെയ്ത് കിട്ടിയ നമുക്ക് എന്താ ഫോം ചെയ്യുന്നത്? സ്ക്വയേഴ്സ് ആണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് പേര് അറിയപ്പെടുന്നത്? സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. എല്ലാ ലെയേഴ്സും എ ടൈപ്പാണ്. അതുകൊണ്ട് ഇതിനെ എ ടൈപ്പ് അറേഞ്ച്മെൻറ്റ് എന്ന പേരിലും കൂടി അറിയപ്പെടുന്നു. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഇൻ ദിസ് കേസ് the second row may be placed above the first one in a staggered manner, such that its sphere fit in the depression of the first row. If the arrangement of spheres in the first row is called, കണ്ടല്ലോ, എ ടൈപ്പ്. ഫസ്റ്റ് റോനെ എ ടൈപ്പ് എന്ന് പറയുന്നു, സെക്കൻഡ് റോനെ ബി ടൈപ്പ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി തേർഡ് റോ എങ്ങനെ വരുന്നു? തേർഡ് റോ ഈസ് പ്ലേസ്ഡ് അഡ്ജസൻറ്റ് ടു ദി സെക്കൻഡ് ഇൻ സ്റ്റാഗേർഡ് മാനർ. ഈ സ്പിയേഴ്സ് ആർ അലൈൻഡ് വിത്ത് ദോസ് ഓഫ് ദി ഫസ്റ്റ് ലെയർ. ഇവിടെ സ്പിയേഴ്സ് കോണ്ടാക്ട് വരുന്നത് എങ്ങനെയാണ്? എത്ര എണ്ണത്തിനായിട്ട് കോണ്ടാക്ട് വരുന്നു? 6 സ്പിയറിനായിട്ട് കോണ്ടാക്ട് വരുന്നു. സോ കോർഡിനേഷൻ നമ്പർ 6 ആണ്. ഈ അലൈൻമെൻറ്റിന് പറയുന്ന, ഈ അറേഞ്ച്മെൻറ്റിന് പറയുന്ന പേരാണ് എ ബി ടൈപ്പ് അറേഞ്ച്മെൻറ്റ്. ഫോർത്ത് സ്പിയർ എങ്ങനെ? ദ സ്പിയേഴ്സ് ഓഫ് ദി സിമിലർലി പ്ലേസ്ഡ് ഫോർത്ത് റോ വിൽ ബി അലൈൻഡ് വിത്ത് ദോസ് ഓഫ് ദി സെക്കൻഡ് റോ. അതായത് ബി ടൈപ്പാണ്. അതുകൊണ്ടാണ് ഇതിനെ എ ബി ടൈപ്പ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, നിങ്ങൾക്കിവിടെ ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ളത് 2 ടൈപ്പ് ക്ലോസ് പാക്കിംഗ് ആണ്. സ്ക്വയർ ക്ലോസ് പാക്കിങ്ങും കാണിച്ചിട്ടുണ്ട്,
hexagonal close packing. അത് രണ്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്തു. If we compare square close packing with hexagonal close packing, എന്താ നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത്? We will observe that empty space are less in hexagonal close packing than compared to square close packing. ആ empty സ്പേസിന് പറയുന്ന പേരാണ് void. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ്. empty സ്പേസിന് എന്ത് പേരിൽ അറിയപ്പെടുന്നു? void എന്ന് പറയുന്നു. voidനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയുന്നുണ്ട് നെക്സ്റ്റ്. void are responsible for decrease in packing efficiency of the solid crystal. ഓക്കെ, രണ്ട് ടൈപ്പ് void ഉണ്ട് എന്നൊക്കെ പറയാം നമ്മൾക്ക്. അതിന് മുന്നേ നമുക്ക് ഏത് ഡിസ്കസ് ചെയ്യാം? 3-dimensional close packing. 3-dimensional close packing. 3-dimensional close packingൽ 2-dimensional square close packed layers-നെ while placing the second square close packed layers above the first, അതായത് one row was placed adjacent to the other. The second layer is placed over the first layer such that the spheres of the upper layer are exactly above the first layer. കാണുന്നുണ്ടല്ലോ? In this arrangement, the spheres of the both layers are perfectly aligned horizontally as well as vertically. നിങ്ങൾ നോക്കൂ, അതിലുള്ള ഓരോ സ്പിയേഴ്സ് എത്ര എണ്ണത്തിനായിട്ട് കോണ്ടാക്റ്റ് വരുന്നുണ്ട്? 6 സ്പിയേഴ്സിനായിട്ട് കോണ്ടാക്റ്റ് വരുന്നുണ്ട് ഇല്ലേ? അതുകൊണ്ട് ഈ കേസിൽ കോർഡിനേഷൻ നമ്പർ എത്രയാണ്? 6 ആണ്. നിങ്ങൾ ഈ അറേഞ്ച്മെൻ്റ് ഒന്ന് നോക്കൂ. അറേഞ്ച്മെൻറ്റിൻ്റെ കേസിൽ എന്താണ്? സ്പിയേഴ്സ് ഓഫ് ദ ഫസ്റ്റ് ലെയറിന് നമ്മൾ എ ടൈപ്പ് എന്ന് കൊടുത്തു. ഓൾ ലെയേഴ്സ് ഓഫ് ദ സെയിം അറേഞ്ച്മെൻറ്റ്, സോ ഇറ്റ് ഈസ് കോൾഡ് എ ടൈപ്പ് അറേഞ്ച്മെൻറ്റ്. ഇനി ഈ അറേഞ്ച്മെൻറ്റിലൂടെ ജനറേറ്റ് ചെയ്തത് എന്താണിപ്പോൾ? ഒരു സിമ്പിൾ ക്യൂബിക് ലാറ്റിസ് ആണ്. അതിൻ്റെ യൂണിറ്റ് സെൽ ഏതാണ്? പ്രിമിറ്റീവ് ക്യൂബിക് യൂണിറ്റ് സെല്ലാണ്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആണ്. 3-dimensional close packing from 2-dimensional hexagonal close packed layers. 3-dimensional close packed structures can be generated by placing one over the other. Placing one over the other. എങ്ങനെയാണത്? Placing second layer over the first layer. Let us take a 2-dimensional hexagonal close packed layer A. Notice this layer has a triangular void. And place a similar layer above it such that the spheres of the second layer are placed in the depression of the first layer. Since the spheres of the two layers are aligned differently, let us call the second layer and the call either ningal kandu B. And we observed that not all the triangular void of the first layer are covered by the spheres of the second layer. This gives rise to different arrangement and different voids. Let us discuss voids. Voids എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു voids? The vacant space or empty space in the close packed structure. രണ്ട് ടൈപ്പ് void ഉണ്ട്. ടെട്രാഹെഡ്രൽ voidഉം ഒക്ടാഹെഡ്രൽ void. ഫസ്റ്റ് ഏത് പറയാം? ടെട്രാഹെഡ്രൽ void. എങ്ങനെയാണ് ടെട്രാഹെഡ്രൽ void വന്നത്? Spheres of the second layer is above the void of the first layer. A tetrahedral void is formed. ഈ voidനെയാണ് എന്തെന്ന് പറയുന്നത്? ടെട്രാഹെഡ്രൽ void എന്ന് പറയുന്നത്. നിങ്ങളവിടെ മനസ്സിലാവുന്നുണ്ടാവും എനിക്ക് എന്താണ് ഈ voidനെ എത്ര സ്പിയേഴ്സ് ആണ് സറൗണ്ട് ചെയ്തിട്ടുള്ളത്? void is surrounded by 4 spheres in tetrahedral position. Is called tetrahedral void. ഒരു ടെട്രാഹെഡ്രനാണ് ഇവിടെ ഫോം ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ഒക്ടാഹെഡ്രൽ void. ഒക്ടാഹെഡ്രൽ void എന്ന് പറഞ്ഞാൽ triangular void in the second layer are the above the triangular void in the first layer.
and the triangular shape of these do not overlap. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അതായത് ഇൻ ദിസ് കേസ് എത്ര സ്പിയേഴ്സ് ആണ് ഇവിടെ കോണ്ടാക്ട് വരുന്നത്? എത്ര സ്പിയേഴ്സ് ആണ്? There are 6 spheres in contact വരുന്നത്. ഓക്കെ, ഇനി ഇതിലുള്ള നമ്പർ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ടെട്രാഹെഡ്രൽ ആൻഡ് ഒക്ടാഹെഡ്രൽ വോയിഡ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് നോയിങ് ദ നമ്പർ ഓഫ് സ്പിയേഴ്സ്. അതായത് സപ്പോസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു നമ്പർ ഓഫ് ക്ലോസ് പാക്ക്ഡ് സ്പിയേഴ്സ് എന്ന് പറയുന്നത് n ആണെന്ന് കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അതിലുള്ള ഒക്ടാഹെഡ്രൽ വോയിഡ് ജനറേറ്റ് ചെയ്തത് ഇറ്റ് ഈസ് ഈക്വൽ ടു n, ടെട്രാഹെഡ്രൽ വോയിഡ് ജനറേറ്റ് ചെയ്തത് ഇറ്റ് ഈസ് ഈക്വൽ ടു 2n. നെക്സ്റ്റ്, പ്ലേസിങ് തേർഡ് ലെയർ ഓവർ സെക്കൻഡ് ലെയർ. ദർ ആർ 2 പോസിബിലിറ്റി. തേർഡ് ലെയർ സെക്കൻഡ് ലെയറിൽ പ്ലേസ് ചെയ്യാൻ, ലെറ്റ് us place third layer over second layer. There are 2 possibilities. ഏതൊക്കെയാണ് 2 possibilities? Covering tetrahedral void. Second possibility, covering octahedral void. Okay, first covering tetrahedral voids. Tetrahedral void of the second layer may be covered by the spheres of the third layer. In this case, the spheres of the third layer are exactly aligned with those of the first layer. Thus, the pattern of the spheres is repeated in alternate layers. അതായത് A, B, A, B pattern. Okay. This structure is called hexagonal close packed structure. ഈ പാറ്റേണിനെ എ ബി പാറ്റേൺ എന്ന് പറയുന്നു. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഈച്ച് സ്പിയർ ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് 12 അതർ സ്പിയേഴ്സ്. സെയിം ലെയറിൽ 6 സ്പിയേഴ്സും ബോട്ടം 3, അപ്പറിൽ 3, അങ്ങനെ ടോട്ടൽ 12. അപ്പോൾ കോർഡിനേഷൻ നമ്പർ 12 ആണ്. നെക്സ്റ്റ്, ബൈ കവറിംഗ് ഒക്ടാഹെഡ്രൽ വോയിഡ്, ദ തേർഡ് ലെയർ മേ ബി പ്ലേസ്ഡ് എബോവ് ദ സെക്കൻഡ് ലെയർ ഇൻ എ മാനർ സച്ച് ദാറ്റ് its sphere cover the octahedral void. When placed in this manner, the spheres of the third layer are not aligned with those of either the first or second layer. ഡിഫറെൻ്റ് ആണ്, നിങ്ങൾ കണ്ടല്ലോ. ഈ അറേഞ്ച്മെൻറ്റിനെയാണ് എ ബി സി. ഓക്കെ, ഇവിടെ ഫോർത്ത് ലെയർ എങ്ങനെയാണ് വരുന്നത്? Its sphere are aligned with those of the first layer. അതുകൊണ്ട് തന്നെ അതിനെ ഏത് പേര് കൊടുക്കും? ആ ലെയറിനെ, ഫോർത്ത് ലെയറിനെ എ. അപ്പോൾ ദിസ് പാറ്റേണിനെ നമ്മൾ ഏത് രീതിയിൽ റിട്ടേൺ ചെയ്യാം? എ ബി സി പാറ്റേൺ. ഈ സ്ട്രക്ചറിന് പറയുന്ന പേരാണ് ക്യൂബിക് ക്ലോസ് പാക്ക്ഡ് അല്ലെങ്കിൽ ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് സ്ട്രക്ചർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി നിങ്ങളിതിൽ നോക്കൂ, എങ്ങനെയാണ്? ഈച്ച് സ്പിയർ ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് 12 അതർ സ്പിയർ അല്ലേ? സെയിം ലെയറിൽ 6ഉം നേരത്തെ പറഞ്ഞ പോലെ താഴെ 3, മേലെ 3, ടോട്ടൽ എത്രയാണ്? 12. അപ്പോൾ കോർഡിനേഷൻ നമ്പർ ഈസ് 12 ഇൻ ഐദർ ഓഫ് ദീസ് 2 സ്ട്രക്ചേഴ്സ്. അപ്പോൾ ക്ലോസ് പാക്കിംഗ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ. ഓക്കെ, ഇനി ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് പ്രോബ്ലംസ് വരാറുണ്ട്. ഒരു 2-3 പ്രോബ്ലംസ് കൂടി നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു 4-5 പോയിൻറ്റ്സ് നിങ്ങൾക്ക് ഓർമ്മ വരണം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, മുന്നേ നമ്മൾ പറഞ്ഞിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യമായിരുന്നു, നമ്പർ ഓഫ് ആറ്റംസ് ഇൻ സിമ്പിൾ ക്യൂബിക് ലാറ്റിസ് എത്രയായിരുന്നു? 1.
Number of atoms in body-centered cubic lattice, it is equal to 2. Number of atoms in face-centered cubic lattice, എത്രയായിരുന്നു? 4 ആയിരുന്നു. അതുപോലെ തന്നെ number of atoms in cubic close packing. Cubic close packing നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. It is similar to FCC. So number of atom എന്ന് പറയുന്നത് cubic close packingൽ 4 ആണ്. മറക്കരുത്. Number of atoms in number of atoms in cubic close packing is 4. അതുപോലെ തന്നെ number of atoms in hexagonal close packing, that is HCP, that is 6. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്ന് മൈൻഡിൽ വെക്കുക. ഇനി നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. ഓക്കെ, a compound is formed by two elements X and Y. Atoms of the element Y make CCP and those of the element X occupy all the octahedral void. What is the formula of the compound? First question. Okay, നമുക്ക് element Y CCP അല്ലേ? അപ്പോൾ let the number of Y atom, നമുക്കറിയാം CCPയിലുള്ള number of atoms എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, അപ്പോൾ let the number of Y atom be 4. Number of octahedral void, octahedral void Y atoms, അതായത് 4 number of atoms ആണെന്നുണ്ടെങ്കിൽ octahedral void എന്തുതന്നെയാണ്? 4 തന്നെയാണ്, നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഇനി X occupy all the octahedral void. ഓക്കെ, X occupy all the octahedral void. അപ്പോൾ 4 octahedral void ആണെങ്കിൽ അതിലുള്ള X atom എന്ന് പറയുന്നത് എന്തുതന്നെയാണ്? നമ്പർ ഓഫ് X atom will be എന്തുതന്നെയാവും? 4 തന്നെയാണ്. ഓക്കെ, അപ്പോൾ Y atom 4, X atom 4. അപ്പോൾ X is to Y എന്ന് പറയുന്നത് 4 is to 4, that is equal to 1 is to 1. So the formula is X, Y. Clear? Then second question. Atoms of element B form HCP lattice and those of an element A occupy 2/3 of tetrahedral void. What is the formula of the compound formed by the element A and B? B എവിടെയാണ്? HCP ലാറ്റിസിലാണ്. HCP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞു, അതിൽ HCPയിലുള്ള നമ്പർ ഓഫ് ആറ്റം എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. ഇനി ഒക്യുപ്പൈ ചെയ്യുന്നത് എവിടെയാണ്? എ ടെട്രാഹെഡ്രൽ വോയിഡിലാണ്. 6 ആണ് നമ്പർ ഓഫ് ആറ്റം എന്നുണ്ടെങ്കിൽ ടെട്രാഹെഡ്രൽ വോയിഡിലുള്ള ഒക്യുപ്പൈ ചെയ്യുന്ന പൊസിഷൻ എന്ന് പറയുന്നത്, ടെട്രാഹെഡ്രൽ വോയിഡ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് ഡബിൾ ആവും, അതായത് 12. ഇനി എ എവിടെയാണ് ഒക്യുപ്പൈ ചെയ്യുന്നത്? എ ഒക്യുപ്പൈ 2/3 ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ്. 12 into 2/3, it is equal to 8. അപ്പോൾ A is to B എന്ന് പറയുന്നത് 8 is to 6. Simplify that. A is to B, 4 is to 3. Formula A4B3. ഇനി അപ്പോൾ ഈ രണ്ട് പ്രോബ്ലവും നമ്മൾ സോൾവ് ചെയ്തത് ക്യൂബിക് ക്ലോസ് പാക്കിങ്ങിലുള്ള നമ്പർ ഓഫ് ആറ്റംസും ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിലുള്ള നമ്പർ ഓഫ് ആറ്റംസും വെച്ചിട്ടാണ്. ഇനി അത് രണ്ടും നമ്മൾക്ക് അറിയാതെ തന്നെ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിലുള്ള നമ്പർ ഓഫ് ആറ്റംസും ക്യൂബിക് ക്ലോസ് പാക്കിങ്ങിലുള്ള നമ്പർ ഓഫ് ആറ്റംസും എന്തായി കൺസിഡർ ചെയ്യുക? എന്നായി കൺസിഡർ ചെയ്യുക. ഇതൊരു സിമ്പിൾ മെത്തേഡാണ്. ഓക്കെ, മറ്റേതാണ് കറക്റ്റ് ആക്ച്വൽ മെത്തേഡ്, അതാണ്. ഇത് സിമ്പിൾ മെത്തേഡിലൂടെ എങ്ങനെയാണ് ഫോർമുല കാണുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ പറഞ്ഞ രണ്ട് പ്രോബ്ലം ആക്ച്വൽ നമ്പർ HCPയിലുള്ളയും CCPയിലുള്ള ആക്ച്വൽ നമ്പർ ഓഫ് ആറ്റംസ് അറിഞ്ഞാൽ മാത്രമേ ആ രീതിയിൽ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? HCPയിലും CCPയിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് എന്നായി കൺസിഡർ ചെയ്യുക. ഒരു സിമ്പിൾ മെത്തേഡാണ് ഫോർമുല കാണാനുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. A compound is formed by two elements X and Y. Atoms of the element Y make CCP and those of the element X occupy all the octahedral void. What is the formula of the compound? Okay, അപ്പോൾ Y
make CCP. Okay, but let the number of Y atom be N. Okay, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് പറഞ്ഞത് എക്സ് occupy all the octahedral void. അപ്പോൾ Y atom N ആണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് octahedral void എന്ത് തന്നെയായിരിക്കും? N തന്നെ ആയിരിക്കും. ആണല്ലോ, octahedral voidന്റെ എണ്ണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. N കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ ആണെങ്കിൽ N octahedral voids ആയിരിക്കും. ഇനി നമ്പർ ഓഫ് എക്സ് ആറ്റം അങ്ങനെയാണെങ്കിൽ എന്ത് തന്നെയായിരിക്കും? N ആയിരിക്കും. N octahedral void ആണ് എന്നുണ്ടെങ്കിൽ N എക്സ് ആറ്റംസ് ആയിരിക്കും. ഇനി അങ്ങനെയാണെങ്കിൽ എക്സ് ഈസ് ടു വൈ എന്ന് പറയുന്നത് എക്സും വൈയും എന്ത് തന്നെയാണ്? N ആണ്. ദാറ്റ് ഈസ് 1:1. സോ ദ ഫോർമുല ഈസ് എക്സ് വൈ. Okay, second question. Atoms of element D form HCP lattice and those of the element A occupy 2/3 of tetrahedral void. What is the formula of the compound formed by the element A and B? Okay, B form HCP lattice. അല്ലേ? അപ്പോൾ let consider the number of B atom എന്നുള്ളത് എന്താണെന്ന് കൺസിഡർ ചെയ്യുക? N ആണെന്ന് കൺസിഡർ ചെയ്യുക. ഇനി എ എവിടെയാണ് ഓക്യുപ്പൈ ചെയ്യുന്നത്? 2/3 ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ് എന്ന് പറയുന്നത് 2n ആയിരിക്കും. നമ്പർ ഓഫ് ആറ്റം n ആണെങ്കിൽ ടെട്രാഹെഡ്രൽ വോയിഡ് എന്തായിരിക്കും? അത് 2n ആയിരിക്കും. ആണല്ലോ, ക്ലിയർ ആണല്ലോ. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് ടെട്രാഹെഡ്രൽ വോയിഡ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിളിന്റെ ഡബിൾ ആയിരിക്കും. ഇനി എ ഓക്യുപ്പൈ 2/3 ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ്. ഓക്കെ, അപ്പോൾ ടെട്രാഹെഡ്രൽ വോയിഡിന്റെ നമ്പർ എന്ന് പറയുന്നത് 2n ആണ്. 2/3 ആണ് ഓക്യുപ്പൈ ചെയ്യുന്നത്. അപ്പോൾ 2n × 2/3 ഇസ് ഈക്വൽ ടു 4n/3. ഇനി എ എന്ന് പറയുന്നത് 4n/3, ബി എന്ന് പറയുന്നത് n. അപ്പോൾ 4n/3 n. ഇനി അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? n ക്യാൻസൽ ചെയ്യും. അപ്പോൾ എന്തായി മാറും? 4:3. അപ്പോൾ ഫോർമുല എന്താണ്? A4B3. Clear? Next, a compound is formed by two elements M and N. The element N form CCP and the atoms of M occupy 1/3 of tetrahedral void. What is the formula of the compound? N എവിടെയാണ്? CCPയിലാണ്, ക്യൂബിക് ക്ലോസ് പാക്കിങ്ങിലാണ് അല്ലേ? സപ്പോസ് ദ നമ്പർ ഓഫ് n ആറ്റം എന്നുള്ളത് എന്തായി കൺസിഡർ ചെയ്യുക? n ആണ് കൺസിഡർ ചെയ്യുക. ഇനി M occupy 1/3 ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടെട്രാഹെഡ്രൽ വോയിഡ് 1/3 ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ് എന്നാണ് പറഞ്ഞത്. ടെട്രാഹെഡ്രൽ വോയിഡ് 2n. അപ്പോൾ M ആറ്റംസ് 1/3 ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ് ആണ്. 1/3 × 2n അല്ലേ? അപ്പോൾ M 1/3 × 2n, അതായത് 2n/3. മറ്റേത് എന്താണ്? n അല്ലേ? അപ്പോൾ 2n/3 ഈസ് ടു n. 2n ഈസ് ടു 3n അല്ലേ? അപ്പോൾ എന്തായി? n ക്യാൻസൽ ചെയ്താൽ 2:3. ഫോർമുല ഈസ് M2n3. ഓക്കെ, നെക്സ്റ്റ്. ഈ ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, മുന്നേ പറഞ്ഞ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. എ കോമ്പൗണ്ട് വിത്ത് ക്യൂബിക് സ്ട്രക്ചർ ഈസ് മെയ്ഡ് ഓഫ് എലമെന്റ് എക്സ് ആൻഡ് വൈ. എക്സ് ആറ്റം ആർ അറ്റ് ദ കോർണർ ഓഫ് ദി ക്യൂബ് ആൻഡ് വൈ ആറ്റം ആർ അറ്റ് ദ ബോഡി സെന്റർ. What is the simplest formula of the compound? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതായത് എവിടേക്കാണുള്ളത്? കോർണറിലും പിന്നെ എവിടെയാണ്? ബോഡി സെന്ററിലും. കോർണറിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, കോർണർ ആറ്റം എന്ന് പറഞ്ഞാൽ എക്സ് ആറ്റം ആർ അറ്റ് ദി കോർണർ ആണ്. അപ്പോൾ 1/8 × 8 ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇറ്റ് ഇസ് ഈക്വൽ ടു 1. ഇനി വൈ ആറ്റം ആർ അറ്റ് ദി ബോഡി സെന്റർ, ഇറ്റ് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ദെൻ അപ്പോൾ എക്സ് 1, വൈ 1. അങ്ങനെയാണെങ്കിൽ ഫോർമുല XY. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ,
Element B forms CCP structure and A occupy half of the octahedral void. Okay. B form B എന്ന് പറഞ്ഞത് നമ്പർ ഓഫ് ആറ്റംസ് എന്തായി കൺസിഡർ ചെയ്തു? n ആയിട്ട് കൺസിഡർ ചെയ്തു. അത് A occupy half of the octahedral void. അങ്ങനെയെങ്കിൽ octahedral void നമ്പർ ഓഫ് ആറ്റംസ് n ആണെങ്കിൽ octahedral voidഉം എന്തായിരിക്കും? n ആയിരിക്കും. ആണല്ലോ. half of the octahedral void. A occupy half of the octahedral void. Octahedral void എന്ന് പറയുന്നത് നമ്മൾ എന്താണെന്ന് കിട്ടി? n ആണ്. അപ്പൊ A is equal to half of the octahedral void എന്ന് പറയുന്നത് n/2. ഇനി oxygen atom occupy all the tetrahedral void. Tetrahedral void എന്ന് പറയുന്നത് 2n ആയിരിക്കും. നമ്പർ ഓഫ് ആറ്റം n ആണെങ്കിൽ tetrahedral void എന്തായിരിക്കും? 2n ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ഇനി എന്താ പറഞ്ഞിട്ട് ഇപ്പൊ ടെട്രാഹെഡ്രൽ വോയിഡ് ഇസ് ഈക്വൽ ടു 2n. അങ്ങനെയാണെങ്കിൽ ഓക്സിജൻ ആറ്റത്തിന്റെ കേസ് ഓക്സിജൻ ആറ്റം occupy all the tetrahedral void, that is 2n. അപ്പൊ റിലേഷൻ നോക്കൂ. A:(B:)O. A എന്ന് പറയുന്നത് n/2, B n, ഓക്സിജൻ ആറ്റം 2n. n/2 n 2n. സിംപ്ലിഫൈ ചെയ്താൽ എന്താണ്? അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടി? n/2 n 2n എന്നുള്ളതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1:2:4. ദാറ്റ് ഈസ് ഫോർമുല AB2O4. Next question. A compound is formed by two elements P and Q. Q make HCP lattice and those of the element P occupy all the tetrahedral void. What is the formula of the compound? Q make HCP lattice. But Q form HCP. The number of Q atoms n ആണ്. HCP ആണെങ്കിൽ number of Q atom എന്താണ്? n ആണ്. എന്ന് കൺസിഡർ ചെയ്യാം. ഇനി ടെട്രാഹെഡ്രൽ വോയിഡ് n നമ്പർ ഓഫ് ആറ്റം ആണെങ്കിൽ ടെട്രാഹെഡ്രൽ വോയിഡ് 2n ആയിരിക്കും. ഇനി P occupy all the tetrahedral void അല്ലേ? അപ്പോൾ 2n. P is to Q, 2n is to n. n ക്യാൻസൽ ചെയ്തു. 2 is to 1. ഫോർമുല P2Q. ഇനിയും പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യണം. ടെക്സ്റ്റ് ബുക്കിലുള്ളതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള പ്രോബ്ലംസും വർക്കൗട്ട് ചെയ്യുക. സാധാരണ ഈ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. I hope this video is helpful to